ഹല്ലേലൂയ. ഒത്തിരി ദൈവങ്ങളെ നമ്മള് ജനിച്ച സമയം മുതൽ കേട്ടിട്ടുണ്ട് അല്ലേ? പല ദൈവങ്ങളുടെ പേര് നാം കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കടലിനെ വിഭാഗിച്ച ഒരു ദൈവത്തെ കുറിച്ച് കേൾക്കുന്നത് ഇസ്രായേലിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചതാണ്. ഹല്ലേലൂയ. അത് പഴയ നിയമ ഇസ്രായേലാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമ ഇസ്രായേലാണ് നമ്മൾ. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നശിച്ചു പോയി, നഷ്ടപ്പെട്ടു പോയി, ഇനി ഒരിക്കലും ആ വിഷയത്തിന് മറുപടിയില്ല എന്ന് ചിന്തിച്ചിരുന്ന വിഷയങ്ങളുടെ മേൽ പ്രവർത്തിപ്പാൻ ദൈവശക്തനാണ്. ഹല്ലേലൂയ. അത് ആ ചെങ്കടൽ വിഭാഗിച്ച ദൈവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ സകലം നഷ്ടപ്പെട്ടു, നശിച്ചു പോയി, ഇനി ഒരു ഉദ്ധാരണമില്ല എന്ന് ചിന്തിച്ച് നാം ഭാരപ്പെട്ട് തകർന്ന് തളർന്നിരുന്ന സാഹചര്യമാണെങ്കിൽ പോലും ഇന്ന് പകൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആലോചന ഇതാണ്. ഹല്ലേലൂയ. പഴയ നിയമ ഇസ്രായേലിനെ ചെങ്കടൽ വിഭാഗിച്ച് അതിനകത്തൂടി വഴി കാണിച്ചു കൊടുത്ത ദൈവമാണ്. ഹല്ലേലൂയ. നാം പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, തിരുവെഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവരുടെ കാലിലെ ചെരുപ്പ് പോലും നനഞ്ഞില്ല. ഹല്ലേലൂയ. ഒരു കടല് വിഭാഗിച്ചിട്ട് അവരിട്ടിരുന്ന ചെരുപ്പ് പോലും നനഞ്ഞില്ല. ആലോചിക്കുക, എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം അവരെ നടത്തിയത്. എന്നാൽ അവർക്ക് പിന്നെ അവർക്ക് പുറകെ വന്ന ഫറവോന്റെ സൈന്യത്തിന്റെ രഥചക്രങ്ങൾ ആ പാതയിൽ കുഴഞ്ഞ് നിലത്ത് വീഴുവാനിടയായിട്ടുണ്ട്. നടന്നുപോയ ഇസ്രായേൽ ജനത്തിന്റെ ചെരുപ്പ് പോലും നനയാതെ ദൈവം അക്കരെ കിടത്തി. ഹല്ലേലൂയ. എന്നാൽ ഇവരെ തകർക്കുവാൻ പിന്നിൽ നിന്ന് വന്ന ശത്രു സൈന്യത്തെ അതേ ചെങ്കടലിൽ മുക്കിക്കൊന്നുകളയുവാനിടയായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് പഴയ നിയമ കാലഘട്ടത്തിലെ ഒരു സംഭവമാണ്. ഹല്ലേലൂയ. അന്ന് ദൈവം അങ്ങനെയാണ് പ്രവർത്തിച്ചത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ഇന്ന് സ്നേഹവാനാണ് ദൈവം. ഹല്ലേലൂയ. ഇന്ന് ആരും കൊല്ലുവാനോ നശിപ്പിക്കുവാനോ തകർക്കുവാനോ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാവരും സ്നേഹത്തിൽ ദൈവം എല്ലാവരെയും കൂടി എന്തൊക്കെയാ നമ്മളിങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. നീതിമാനും ദുഷ്ടനും വേണ്ടിയിട്ട് മഞ്ഞും മഴയും അയക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ഒരു സൂര്യനേ ഉള്ളൂ. നമ്മൾ പകല് കാണുന്ന ഒരു സൂര്യനേ ഉള്ളൂ 786 കോടി ജനത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചത്. പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ച ദൈവം. നോക്കിയാട്ടെ, ഒരു സൂര്യനെ കൊണ്ട് ഈ സകല ഭൂമി സകല മനുഷ്യർക്കും അത് പ്രയോജനമായി തീർക്കുന്ന ദൈവമാണ്. ഇവിടെ നീതിമാന്മാരുണ്ട്, നീതി കെട്ടവരുണ്ട്, ദുഷ്ടന്മാരുണ്ട്, നല്ലവരുണ്ട്. പക്ഷെ ഇവരെല്ലാവരും ഈ സൂര്യന്റെ വെളിച്ചത്തിലാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നാം സേവിക്കുന്ന ദൈവം. ആ ദൈവത്തിന് നമ്മുടെ ചെറിയ വിഷയങ്ങളൊന്നും അല്ലെങ്കിൽ വലിയ കാര്യമല്ല. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന് അല്ലെങ്കിൽ അവരുടെ യാത്രയ്ക്ക് തടസ്സമായിട്ട് നിന്ന ചെങ്കടലെ ഒരു കാറ്റടിപ്പിച്ചുകൊണ്ട് അതിനെ രണ്ട് ഭിത്തി പോലെ, രണ്ട് മതിൽ പോലെ നിർത്തി ആ ചെങ്കടലിന്റെ നടുക്കുകൂടെ ഹല്ലേലൂയ അവരുടെ കാലിലെ ചെരുപ്പ് നനഞ്ഞു പോകാതെ വണ്ണം അവരെ അക്കരെ കൊണ്ടുപോയ ഒരു ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അത് അന്ന് ഇസ്രായേൽ ജനത്തിന്റെ ദൈവമാണെങ്കിൽ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ദൈവമാണ്. ഹല്ലേലൂയ. അന്ന് അവരുടെ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്വന്തം ജനമെന്നാണ് നാം കേട്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് നാമോ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കണം. നോക്കിയാലേ, ഇത് വിശ്വാസത്താൽ പ്രാപിച്ചെടുക്കുന്നത്. ഹല്ലേലൂയ. പഴയ നിയമ ഇസ്രായേലിന് അബ്രഹാമിന്റെ വിശ്വാസമായിരുന്നു വലുത്. ഹല്ലേലൂയ. അതുകൊണ്ട് അബ്രഹാമിനെ നീതിമാനായിട്ട് ദൈവം എന്ത് ചെയ്തു? കണക്കിട്ടു. അബ്രഹാമിന്റെ വിശ്വാസം അത്രയ്ക്ക് വലുതായിരുന്നു. നോക്കിയാലേ, അങ്ങനെയാണെങ്കിൽ അബ്രഹാം വിശ്വസിച്ചത് കൊണ്ട് എത്ര തലമുറ ജീവിച്ചെന്നറിയാമോ? ഇന്നുമുള്ള ഇസ്രായേലിലെ തലമുറകൾ മുഴുവൻ ജീവിക്കുന്നത് അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഒരു മനുഷ്യനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാ. എത്ര തലമുറയായി അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ശക്തമായിട്ട് വളരെ വിശ്വാസത്തോടുകൂടി ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ഇന്ന് എന്റെ സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാണോ? അത്ഭുതങ്ങൾ എന്റെ ദൈവം നിങ്ങൾക്കായി ചെയ്യും. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വിശ്വാസം കൊണ്ട് എത്രയോ വർഷങ്ങളായിട്ട് അവർ ജീവിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച കൂടെ ഞാനൊരു ഇസ്രായേൽ ഫാമിലിയെ
ഒരു ഡ്രൈവറെ വിട്ട് ഒരു വണ്ടി കൂട്ടി വിട്ടിരിക്കുമ്പോൾ മൂന്നാറുണ്ട് അവര്. ഇന്നലെ കൂടി മെസ്സേജ് അയച്ചു, ദൈവം നീ എത്രയും വേഗം ഞങ്ങളുടെ അടുത്ത് മൂന്നാറിലേക്ക് വരണമെന്ന്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ രാവിലെ കർത്താവിനെ കുറിച്ച് ഒരു മെസ്സേജ് ഇട്ട് കൊടുത്ത് അതിനകത്ത് പിടിച്ചവിടെ കിടന്നോളാം പറഞ്ഞു. ഞാൻ 2-ാം തീയതി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. ഒരു ഇസ്രായേൽ ഫാമിലിയാ, അവർക്ക് ആരെയും വിശ്വാസമില്ല. ആ ഡ്രൈവർ വിളിച്ചു പറഞ്ഞു, ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് ഇട്ടു, അവരൊരു 50 രൂപയുടെ ഒരു ജ്യൂസ് മേടിച്ച് കുടിക്കണമെങ്കിൽ പോലും ബാർഗെയിൻ ചെയ്യുന്നു. ഞാൻ വിചാരിച്ചിട്ട് എന്തോ മനുഷ്യരാണ്, സാധാരണ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന മനുഷ്യനെ ഇത്രയും ബാർഗെയിൻ ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ആരെയും വിശ്വാസമല്ല. പക്ഷെ അവർക്ക് ഒരാളെ വിശ്വാസം, ദൈവത്തെ വിശ്വാസം. അവരെന്ത് ബാർഗെയിൻ ചെയ്താലും എന്ത് ചെയ്താലും. പക്ഷെ അവരിന്ന് ജീവിക്കുന്നത് ഒരു മനുഷ്യനോട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തം കൊണ്ടാണ്. ഹല്ലേലൂയ. ആ മനുഷ്യൻ ആ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് തലമുറയായി. ഞാനൊരു കാര്യം കൂടി പറയാം. ഈ ഇസ്രായേൽ ജനത്തിന് ലോകത്തുള്ള സകല രാജ്യങ്ങളും കൂടെ യുദ്ധം ചെയ്യാൻ വേണ്ടി വരുമെന്ന് 3-ാം ലോക മഹായുദ്ധത്തെ കുറിച്ച് എഹെസ്കേൽ പ്രവചന പുസ്തകം 38-39 അധ്യായം ഒന്ന് വായിച്ചാൽ നിങ്ങൾക്കറിയാം. 3-ാം ലോക മഹായുദ്ധം റഷ്യയുടെ നേതൃത്വത്തിൽ വരുന്നത്. ഈ ഒരു ചെറിയ രാജ്യത്തെ തകർക്കുവാൻ ലോകത്തിലുള്ള മറ്റെല്ലാ രാജ്യങ്ങളും കൂടി വരുമെന്ന്. അത്രയ്ക്ക് ശക്തമാണ് ഈ രാജ്യം. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ വിശ്വാസം എത്ര തലമുറയായിട്ട് അവരെ ജീവിച്ച് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. അവരെ തകർക്കാൻ ആരെ കൊണ്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. നോക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ പുതിയ നിയമം അല്ലെങ്കിൽ ഇസ്രായേലായ നമ്മളെ തകർക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. എനിക്ക് ഭയങ്കര സൗണ്ട് എടുത്ത് പറയണമെന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാത്രി ആയതുകൊണ്ട് സൗണ്ട് അങ്ങ് കുറയ്ക്കുക. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് അബ്രഹാമിന്റെ വിശ്വാസം അത്ര വലിയേറിയ വിശ്വാസമായിരുന്നു. ഒരു വാഗ്ദത്തം അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. ആ വാഗ്ദത്തത്തിന് വേണ്ടി ആ മനുഷ്യൻ നിന്നതുകൊണ്ട്, ആ വാക്കിന് വേണ്ടി ആ മനുഷ്യൻ നിന്നതുകൊണ്ട് തലമുറയായി അവർ ഹല്ലേലൂയ ഏറ്റവും ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായിട്ട് അവർ ജീവിക്കുന്നു. ഹല്ലേലൂയ. നോക്കിയട്ടെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ ഈ ദൈവം നമ്മോട് പറയുന്ന വാഗ്ദത്തങ്ങൾ, അല്ലെങ്കിൽ നമ്മോട് പറയുന്ന ദൈവവചനം ഇന്ന് രാത്രി നാം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ എത്ര തലമുറ ഈ ദൈവം അനുഗ്രഹിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. അത് ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രമല്ല. കർത്താവ് പറഞ്ഞ ഞാൻ വന്നത് നിങ്ങൾക്ക് നിത്യജീവൻ തരാനാണ്. പഴയ നിയമ ഇസ്രായേലിന് നിത്യജീവൻ കിട്ടുമോ ഇല്ലെന്നുള്ളത് അവരുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ്. പക്ഷെ നമ്മളോട് പറയാ ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, നീ എന്നെ വിശ്വസിക്കുക, ഞാൻ നിനക്ക് നിത്യജീവനെ തരാം. ഹല്ലേലൂയ. നമുക്കൊരു പ്രത്യാശ ഉണ്ട്. അല്ലെങ്കിൽ പാസ്റ്ററുടെ പപ്പ കഴിഞ്ഞ ദിവസം നമ്മള് വിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. നമ്മൾ പറയുന്നത് അങ്ങനെ, കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. സാധാരണ മനുഷ്യൻ മരിച്ചാൽ നമ്മൾ അങ്ങനെ പറയത്തില്ല. എന്താ കാര്യം? ഹല്ലേലൂയ. അവർ ദൈവത്തെ വിശ്വസിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഈ ദൈവം പറഞ്ഞ പ്രകാരം അവരാരും വിശ്വസിച്ചിട്ടില്ല. അക്കാരണത്താൽ തന്നെ ധനവാനായി അച്ചായി കിടക്കുന്ന പോലെ പോയി കിടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്വന്തം നമ്മുടെ ഹല്ലേലൂയ സോണി പാസ്റ്ററിന്റെ പപ്പ, നമ്മുടെ പപ്പ, ഹല്ലേലൂയ, നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. എനിക്കിപ്പോഴും ഞാൻ ആ പേര് എഴുതുമ്പോൾ പോലും ഈ പാസ്റ്ററിന്റെ പപ്പയുടെ പേര് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാനും വിളിച്ചിട്ടിരുന്ന പപ്പ എന്ന നമ്മുടെ പപ്പ നിത്യതയിൽ നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. നമുക്ക് മുഖാമുഖമായി അവിടെ പോയി കാണാൻ പറ്റും. ആ ഒരു പ്രത്യാശയാണ് നാം ജീവിക്കുന്നത്. നമ്മളെല്ലാവരും മരിക്കുമെന്നേ, എല്ലാവരും മരിക്കും. പക്ഷേ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇതുപോലെ സ്വർഗത്തിൽ നമ്മുടെ അപ്പന്റെ അടുക്കൽ ചെന്ന് നമുക്ക് ഒരുമിച്ച് അവിടെ വെച്ച് കാണാനായിട്ട് കഴിയും. അത്ര വലിയൊരു പ്രത്യാശ ദൈവം നമുക്ക് തന്നത്. അല്ലെങ്കിൽ ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മളെവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം.